ഹലോ ഹായ് മുത്തുമണീസുകളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് ഒരുപാട് ആൾക്കാരെ ഒരു ചോദ്യമാണ് കേട്ടോ. റോസച്ചെടി ഇല്ല, റോസക്കമ്പ് മുളക്കണില്ല എന്നുള്ളത്. അപ്പോൾ അതൊന്ന് ഞാൻ പരിഹാരം പറഞ്ഞു തരാം, എങ്ങനെയാണ് റോസച്ചെടി മുളപ്പിക്കേണ്ടത് എന്നുള്ളത്. ഞാൻ മുളപ്പിക്കുന്ന രീതി ഒന്ന് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നമ്മളിതുവരെ മുളപ്പിച്ചതൊക്കെ ഉണ്ടായതൊക്കെ ഇങ്ങനെ കാണണ്ടേ. എന്താ അപ്പോൾ ഒരു കൊമ്പ് ഇങ്ങനെ മുളച്ച് വന്നണേ. പിന്നെ നമ്മൾ ഇതുപോലെ തന്നെ മുളപ്പിച്ചിട്ടാണ് നമ്മളെല്ലാ റോസച്ചെടികളും നമുക്ക് ഇതുപോലെ ഉണ്ടായത് കേട്ടോ. കണ്ടില്ലേ, ഇതൊക്കെ ഉഷാറായിട്ട് നല്ലോണം തെളുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. പൂവ് ഇട്ടണേ കണ്ടില്ലേ, ചെറിയ നല്ലൊരു കുറ്റിയുറപ്പായിട്ട് തന്നെ ഉഷാറിലുണ്ടായി നല്ലോണം പൂവിട്ടും ചെയ്തണേ. ഇതിലൊക്കെ നിറയെ മൊട്ടിട്ടണേ. ഇതൊക്കെ ചെറിയൊരു കമ്പാണ് നമുക്ക് കിട്ടുന്നത്. അതുമ്പോൾ നമ്മളിതിങ്ങനെ മുളപ്പിച്ചെടുത്തിട്ട് നല്ല ഉഷാറിലുണ്ടാക്കുന്നത്. ഇത് ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, ഞങ്ങൾക്കൊന്നും പിടിക്കണില്ല, എന്തുകൊണ്ടാണ് പിടിക്കാത്തത്, എങ്ങനെയാണ് നിങ്ങൾ നടണത് എന്നുള്ളതൊക്കെ. അപ്പോൾ അത് ഞാൻ നടുന്ന രീതിയൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കണ്ടില്ല, ഇതാ ഒരുപാട് ചട്ടിയിൽ ഞാൻ ഇതുപോലെ ഇങ്ങനെ മുളപ്പിച്ച് വെച്ചിന്. എന്നിട്ട് വേണം നമുക്കിത് മുളച്ച് ഉഷാറായി വന്നതിൻ്റെ ശേഷം നമുക്ക് വലിയൊരു ചെടിച്ചട്ടിയിൽ വലിയ ചെടിച്ചട്ടി നടാമെന്ന് വിചാരിച്ചിട്ടോ. ഇതൊക്കെ കണ്ടില്ലേ ഉഷാറായിട്ട് ഇതിമേലതാ മൊട്ട് വരെ ഇട്ടിട്ടോ. അപ്പോൾ നമുക്കിതാ ഞാൻ ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് നടണത് എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇതിന്ന് ചെറിയൊരു കമ്പ് ഇങ്ങനെ എടുത്തിട്ടോ. കമ്പ് എടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, ഈ ഇലയൊക്കെ ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം. കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് നമുക്ക് നടേണ്ടത് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് ഒഴിവാക്കണേ. ഇപ്പം ഞാൻ എന്താ ചെറിയൊരു കുഞ്ഞി ചട്ടിയിലാട്ടോ. അപ്പം നമ്മൾ ഈ ചട്ടി ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. എന്തെങ്കിലുമൊക്കെ നടാലോ എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ വാങ്ങിയതാണ്. ഈ ഒരു ചട്ടിക്ക് 10 രൂപയുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരു 3 ചട്ടി വാങ്ങിയിട്ടുണ്ട്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഇതിലേക്ക് ഇങ്ങനത്തെ ചട്ടി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിലേക്ക് കൊടുത്തിടാം കേട്ടോ. അങ്ങനെ നോക്കിയിട്ട് വാങ്ങിക്കോണ്ടി. അപ്പോൾ എന്ത് ചെയ്യണതാ, ഞാൻ ഇതുപോലെ ഇങ്ങനെ താഴെ ഭാഗം ഒന്ന് ചെറിയ രീതിയിൽ ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചട്ടിയിൽ ഇങ്ങനെ മണ്ണ് നിറച്ചിട്ട്, അപ്പോൾ ഞാൻ വിചാരിച്ചു എന്ത് ചെയ്തു, ഒന്ന് പോരാ 2 എണ്ണം നടാമെന്ന് വിചാരിച്ചു. അങ്ങനെ അപ്പോൾ ഒരു തിങ്ങി നിറയെ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ എന്ത് നടുമ്പോഴും ഒറ്റയ്ക്കായിട്ട് നടൂല കേട്ടോ. 2 തഴിയായിട്ട് കൂടെ ഇങ്ങനെ ചട്ടിയിൽ നടലാണ്. അപ്പോഴാണ് എന്താവുക, ഒന്നുണ്ടായില്ലെങ്കിൽ എന്തായാലും ഉണ്ടാവും എന്നുള്ള ഉറപ്പാണ്. ഏതായാലും ഇത് പിടിക്കിട്ട് എൻ്റെ ഇന്ന് വരെയുള്ളത് പിടിച്ചിന് കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്ത്, നമ്മൾ ആ റോസച്ചെടിൻ്റെ ആ ഇലകളൊക്കെ വെട്ടി ഒഴിവാക്കിനല്ലോ, അതുകൂടി ഞാൻ അതിലേക്ക് ഇട്ടിട്ടോ. ചിലപ്പോൾ എന്താ അങ്ങനെ പറയുന്ന എന്തിനാ ഇട്ടെന്ന് ചോദിച്ചാൽ, അത് ചിലപ്പോൾ ഇലയും മുളക്കലുണ്ട് കേട്ടോ ചില സമയത്ത്. അപ്പം ഇത് മുളക്കൊന്നുമില്ല, ഞാൻ വെറുതെ അങ്ങോട്ട് ഇട്ടത് ഒഴിവാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ ചട്ടിയിലേക്ക് തന്നെ ഇട്ട്. ഇതുപോലെ ഞാൻ ചട്ടിയിൽ ഇങ്ങനെ മണ്ണ് മാത്രമായിട്ടാണ് നിറച്ചത്, വേറെ ഒന്നും നിറച്ചിട്ടൊന്നുമില്ല. കരിയില ഒന്നും ഇട്ടില്ല കേട്ടോ. എന്താ നമുക്ക് ഇതിന്ന് മുളച്ചിട്ട് നമുക്ക് വേറെ ഇതിലേക്ക് നടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ വെച്ചത്. അപ്പം ഞാൻ ഒന്ന് വെള്ളം അങ്ങോട്ട് ഒഴിച്ച്, ആ വെള്ളം അങ്ങോട്ട് കണ്ടില്ലേ ഇതുപോലെ അങ്ങോട്ട് വെള്ളം ഒഴിച്ചിട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമ്മളെ റോസക്കൊമ്പ് കട്ട് ചെയ്ത് വെച്ചില്ലേ, അത് ഇതിലേക്ക് നമുക്കിങ്ങനെ കുത്തി വെക്കാം കേട്ടോ. ഇതുപോലെ അങ്ങോട്ട് നല്ലോണം അങ്ങോട്ട് അമർത്തി ഇങ്ങോട്ട് കുത്തി വെച്ചാൽ മതി, വേഗം പിടിക്കും. ഇത് കുഴിച്ചിട്ട ആ ടൈം 1-2 ദിവസം കഴിഞ്ഞാലൊന്നും പിടിക്കില്ല കേട്ടോ. അത് വിചാരിച്ച് നിൽക്കരുത് ആരും. ഇത് ഒരു 7-8 ഒരു 10 ദിവസം തന്നെ 10 ദിവസം തന്നെ വെക്കണം എന്തായാലും, എന്നാലേ ഇത് മുളക്കുള്ളൂ. നമ്മളിത് അവിടെ നട്ടൊരു തണലത്ത് മാറ്റി വെക്കണം. ഇതുപോലെ കണ്ടില്ലേ ഞാൻ നട്ട് വെച്ചിന്. ഇനിയാണ് അടുത്ത പരിപാടി കേട്ടോ. നമുക്ക് നമ്മളൊരു ബോട്ടിൽ കുപ്പി, ഇതാ ഈ അടുപ്പ് അടിഭാഗം നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയതാട്ടോ. അടിഭാഗത്തുള്ളതിൽ നമ്മളിങ്ങനെ പച്ചക്കറി തൈ നട്ടതാണ്. അപ്പോൾ അതെന്ത് ചെയ്ത് ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഈ റോസാക്കമ്പിൻ്റെ മുകളിൽ ഇതുപോലെ ഇങ്ങനെ അത് കുത്തി വെച്ചെടുത്ത് കണ്ടില്ലേ. ഇതുപോലെ ഒന്ന് എല്ലാവരും ഒന്ന് നട്ട് വെക്കി, എന്നിട്ട് നിങ്ങളൊരു കമൻ്റായിട്ട് അറിയിക്കുക ഉണ്ടായിനോ ഇല്ലേ എന്നുള്ളത്. ഞാൻ ഇതുപോലെയാണ് കേട്ടോ എൻ്റെ റോസാക്കൊമ്പുകളൊക്കെ നട്ട് പിടിപ്പിച്ചത്. ഇതുപോലൊക്കെ ഒന്ന് എല്ലാവരും ചെയ്ത് നോക്കേണ്ടി, എന്നിട്ട് നിങ്ങൾ കമൻ്റ് അറിയിക്കുക. പിന്നെ ആദ്യമായിട്ട് നമ്മളെ വീഡിയോസൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെ കമൻറ്റുകൾ അറിയിക്കുക കേട്ടോ. പിന്നെ അതാ ഞാൻ ഇതുപോലെ നട്ട് പിടിപ്പിച്ചതാണ് ഈ റോസക്കമ്പും ഈ ചെടികളൊക്കെ കണ്ടില്ലേ, ഉഷാറായിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബായ്.